5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ 8-9 ഫാമിലി എന്നുണ്ടായിരുന്നുള്ളൂ. പുരാണമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സെഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? കൂട്ടുകാരെ, ഞാൻ ജില്ലിയാമിലെ കെന്റ് ഹിന്ദു സമാജത്തിന്റെ ഒരു അയ്യപ്പ ഭജനയ്ക്ക് എത്തിയതാണ്. UK കെന്റ് ഹിന്ദു സമാജവേദിയുടെ അയ്യപ്പ ഭജനയാണ്. തങ്ങളുടെ ദൈവമായ അയ്യപ്പനെ വളരെ ആഘോഷപൂർവ്വം ഭക്തിസാന്ദ്രമായി പ്രായഭേദ്യമന്യേ എല്ലാവരും കയ്യിൽ താലങ്ങളുമേന്തി പ്രത്യേകം അലങ്കരിച്ച പീഠത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് നടക്കുന്നത്. തുടർന്ന് ഭക്തിസാന്ദ്രമായ ഭജനപ്പാട്ട്. കൂപ്പുകൈകളോടെ നിൽക്കുന്ന ഭക്തരുടെ സാന്നിധ്യത്തിൽ പ്രത്യേകം അലങ്കരിച്ച അമ്പലത്തിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം പ്രായമേറിയ അമ്മ ഭദ്രദീപം തെളിയിച്ച് ഭജന ഉദ്ഘാടനം ചെയ്യുന്നു. ഭജനയാണ് ആദ്യം. നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു ചെറിയ ഭജന ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ശബരിമലയിൽ എങ്ങനെയാണോ അയ്യപ്പൻ ഇരിക്കുന്നത് ആ വിധം തന്നെയാണ് ഇവിടെയും ഒരു കൊച്ചു ശബരിമല ഇവർ ഒരുക്കിയിരിക്കുന്നത്. മലയാളിയും പ്രഗത്ഭനുമായ ഒരു പൂജാരിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. തിരക്ക് പിടിച്ച ഈ രാജ്യത്തിൽ പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ടാണ് പലരും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി പ്രത്യേക പരിശീലനവും ഇവിടെ നൽകുന്നു. Bye.
ശബരിമലയിൽ നിന്നും കിട്ടുന്ന അരവണ പായസം പോലെ തന്നെ ഇവിടെയും നിവേദ്യ പായസം ഒരുക്കി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തവും ഒരുപാട് ആൾക്കാർ ഇവിടെ പങ്കെടുക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ഞാൻ ഈ ഒരു ഭജന 10-12 വർഷമായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യകാലത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്ന അതിന്റെ ഒരു സ്ഥാപകരിൽ ഒരാളായ സിന്ധു ചേച്ചി ഇപ്പൊ നമ്മുടെ കൂടെയുണ്ട്. ഈ ഭജനയെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് സിന്ധു ചേച്ചിയിൽ നിന്ന് തന്നെ അറിയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിന്ധു രാജേഷ് എന്നാണ്. ഇവിടെ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കെൻഡ് അയ്യപ്പ ടെമ്പിളിന്റെ ഭജന ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടെമ്പിള് വളരെ ചെറുതാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും കെൻഡ് ഹിന്ദു സമാജത്തിന്റെ കെയർ ഓഫിൽ നമ്മളൊരു വലിയ ഭജന നടത്താറുണ്ട്. ആ ഭജനയാണ് ഇപ്പോൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിധ ശബരിമലയിൽ നടക്കുന്ന എല്ലാ പൂജകളും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഒരു ദിവസത്തെ ഒരു പൂജ നമ്മൾ ചെയ്യാറുണ്ട്. കുറച്ച് പേര് കൂടി തീരുമാനിച്ചു എന്നാൽ നമുക്കൊരു ചെറിയ ഹിന്ദു സമാജം പോലെ തുടങ്ങാം. എന്നിട്ട് അതിൽ നമുക്ക് ഭജനകളും കാര്യങ്ങളൊക്കെ ഓരോരോ വീടുകളിൽ നടത്താം. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കുറച്ചൊരു ഭാവിയിലേക്കുള്ള വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾക്ക് ഒരു പ്രചോദനമാവണം. നമ്മുടെ കൾച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം, അമ്പലം എന്താണെന്ന് അറിയണം, അതിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാവണം എന്നെല്ലാം തീരുമാനിച്ചുകൊണ്ട് നവംബർ ലാസ്റ്റ് വീക്ക് ആണ് വൃശ്ചികം വരിക. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു വലിയ കെൻഡ് ഹിന്ദു സമാജത്തിന്റെ കെയർ ഓഫിൽ വലിയൊരു അയ്യപ്പ പൂജ നടത്തി തുടങ്ങി. ഈ 12 വർഷവും നമുക്ക് എന്റെ നെടുന്തു ബാക്ക് ബോൺ പോലെ നിൽക്കുന്നത് വിജയൻ എന്ന വ്യക്തിയാണ്, GP വിജയമോഹൻ. പുള്ളിയായിരുന്നു അന്നും ഞങ്ങളുടെ സെക്രട്ടറി പുള്ളിയാണ്, ഇന്നും നമ്മളുടെ സെക്രട്ടറി പുള്ളി തന്നെയാണ്. അതിന്റെ പുറകിൽ ഒത്തിരി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ വോളണ്ടിയേഴ്സായി ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ അമ്പലം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല സ്ഥലത്തോടെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചായിട്ടുണ്ട്. ബാക്കിയുള്ള ഫണ്ട് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും നമ്മൾ ഇത് കാണുന്ന എല്ലാവരോടും നമ്മളെ ഒരു അയ്യപ്പ ടെമ്പിളിന്റെ ആവശ്യകതയിലേക്ക്, അതായത് കെന്റിലെന്നല്ല ഓൾ UK ഒരു അയ്യപ്പ ടെമ്പിൾ ആദ്യം ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആവണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിലേക്കുള്ള അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫണ്ട് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവരും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് എല്ലാവർക്കും ഒരുപോലെ നിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ.
സത്യസനാതനമേ നിന്നെ നിത്യവും ഞാൻ ഭജിക്കാം. കണ്ണിടുമാണ്ടവനേ കടപ്പാട്ടു കണ്ണിടുമാണ്ടവനേ സത്യസനാതനമേ നിന്നെ നിത്യവും ഞാൻ ഭജിക്കാം. കണ്ണിടുമാണ്ടവനേ കടപ്പാട്ടു കണ്ണിടുമാണ്ടവനേ സത്യസനാതനമേ നിന്നെ നിത്യവും ഞാൻ ഭജിക്കാം. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി എല്ലാരെ ശരണമില്ല. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി എല്ലാരെ ശരണമില്ല. സിംഹുദ്രം തത്സമാധിം സുഹൃതിമനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം
ഭക്തരെ ഈശ്വര ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്ന ഭജനപ്പാട്ടുകളുടെ ഇടയിൽ നടക്കുന്ന മുഖ്യ ആകർഷണമാണ് വിളക്ക് പൂജ. വീട്ടിലെ സ്ത്രീജനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക. സ്വന്തം വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന വിളക്കുകൾ ഇവിടെ പൂജിച്ച് ലക്ഷ്മി ദേവിയെ ആവാഹിച്ച് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് വിളക്ക് പൂജ. മതസൗഹാർദ്ദ പ്രിയനാണല്ലോ അയ്യപ്പൻ. അയ്യപ്പ ഭജനവേദിയിൽ ക്രിസ്മസിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് ട്രീയും അവിടെ അലങ്കരിച്ചു വെച്ചിരുന്നു ഈ ഹിന്ദു സമാജ സുഹൃത്തുക്കൾ. ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് പാട്ട് പാടിയ ഈ ഒരു പാട്ടുകാരനെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാതെ കടന്നു പോവില്ല നമ്മൾ ആ ഭജന കണ്ടിട്ടുള്ളവർ. അപ്പോൾ ആ ചേട്ടനെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. സദാനന്ദൻ ചേട്ടനാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ, ഈ ഒരു കെന്റ് ഹിന്ദു സമാജത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമാജത്തെക്കുറിച്ചും ഇന്നത്തെ പരിപാടിയെക്കുറിച്ചും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ഒന്ന് പറയാമോ ചേട്ടാ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? സ്വാമിയെ ശരണമയ്യപ്പ. ഇവിടെ കെന്റ് ഹിന്ദു സമാജം തുടങ്ങിയത് 12 വർഷം മുമ്പാണ്. അന്ന് തൊട്ട് കെന്റ് ഹിന്ദു സമാജത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് സദാനന്ദൻ. ഇവിടെ തത്വമസി എന്ന് പറഞ്ഞൊരു ഭജൻ ഗ്രൂപ്പ് ഞങ്ങൾ 5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ അത് അന്ന് അമ്പലത്തിൻ്റെ കാര്യത്തെപ്പറ്റി തീരുമാനമായിട്ടില്ല. അമ്പലം ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പം ഞങ്ങളുടെ ബാനർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൊമോട്ടിംഗ് കെന്റ് ഹിന്ദു അയ്യപ്പ ടെമ്പിൾ എന്നാണ് ഞങ്ങളുടെ ബാനറുകളുള്ളത്. ഞാനിവിടെ വന്നിട്ട് 20 വർഷമായി. അന്ന് മുതൽ എനിക്ക് അയ്യപ്പസ്വാമിയെ ഈ UK എല്ലാ ഭാഗങ്ങളിലും പോകാനും കാണാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ വിളിക്കാനും പറ്റിയിട്ടുണ്ട്. അതിന് സ്വാമിയോട് പ്രത്യേകമായി സ്വാമിയുടെ പാതാരബന്ധങ്ങളിൽ കുമ്പിടുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ ഈ UK മലയാളികളായിട്ടുള്ള ഹിന്ദു സുഹൃത്തുക്കൾക്ക് ഒരു സന്തോഷവാർത്തയും കൂടിയാണ് ഇപ്പോൾ സദാനന്ദൻ ചേട്ടൻ നമ്മളോട് പങ്കുവച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായങ്ങളിലോ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ ഇങ്ങനെ ഒരു ഭജനയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ചേട്ടാ, ഇത്രയും സമയം നമ്മളോട് വേണ്ടി ചെലവാക്കിയതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. You know we get away.
ഭജനയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി പടിപ്പാട്ട്, അത് കഴിഞ്ഞാൽ ഹരിവരാസനം. തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യപ്പ പൊന്നയ്യപ്പ സ്വാമി എല്ലാവരും ശരണമില്ലയ്യപ്പ തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ അയ്യപ്പ പൊന്നയ്യപ്പ സ്വാമി എല്ലാവരും ശരണമില്ലയ്യപ്പ പടിപ്പാട്ട് തീരാറായപ്പോഴേക്കും എല്ലാവരും ഭക്തിയുടെ മൂർധന്യത്തിലെത്തി. ഇപ്പോൾ അയ്യപ്പനും ഭക്തരും മാത്രം. ഇനി ഹരിവരാസനമാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ. Shut
പഞ്ചാദ്രീശ്വരി മംഗളം ഹരിഹര പ്രേമാധുരേ മംഗളം മംഗളം പരമദാം ചിന്താമണി മംഗളം പഞ്ചാസ്യാധ്വജ മംഗളം ത്രിജഗദാമധ്യപ്രഭോ മംഗളം പഞ്ചാസ്ത്രോപാന മംഗളം ശ്രുതിശിരോലങ്കാര സർവമംഗളം ഓം ശാന്തി ശാന്തി Tapamasi Bhajan Group and with the percussions Kapala Chidambaram and Kaval Vasanta Kumar and violin Rajesh and Sanan Jepan, Hari, Padmapriya, Vipin, Sanjeev, Sindhu and Anila and all of our team, our Ayyappan Temple team as well, supported the Bhajan. Thank you all. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ഭജനയാണ് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. എന്തു രസമായിരുന്നു! ആ ഒരു ഭക്തിസാന്ദ്രമായിട്ട് ഞാൻ ക്യാമറ പോലും മറന്ന് ആ പാട്ടിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ആ പാട്ട് പാടിയ അല്ലെങ്കിൽ ആ ഭജനയിൽ ഇരുന്ന ഒരു സുഹൃത്ത് നമ്മുടെ കൂടെയുണ്ട്, ഹരിഗോവിന്ദ്. ഒരു ഹിസ്റ്ററി ഉണ്ട് പുള്ളിക്ക്, അത് പുള്ളിയിൽ നിന്ന് തന്നെ കേൾക്കാം. ഹരിഗോവിന്ദ്, അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാവോ ഇന്നത്തെ? വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് കെൻറ്റിലെ പുതിയ അയ്യപ്പ ക്ഷേത്രം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ, അതുപോലെ തന്നെ വൃശ്ചിക മാസം അയ്യപ്പ സീസൺ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നാൽ പോലും ഈ കേരളത്തിലെ നമ്മുടെ അയ്യപ്പ സീസൺ സമയത്തുള്ള കുറേ മെമ്മറീസ് നമുക്കിവിടെ എന്താ പറയുന്നത് തരക്കാടിലെ തരത്തിൽ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഭജൻസും പടിപൂജ അല്ലെങ്കിൽ വിളക്ക് പൂജ പോലെയുള്ള കാര്യങ്ങളും വഴിപാടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് ഇന്നത്തെ പരിപാടി മംഗളകരമായിട്ട് നടന്നു. ഞാൻ എന്താ പറയുക, ഒരു 15 വർഷമായിട്ട് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഭജൻസും കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഇതേപോലെ അയ്യപ്പ സീസൺ സമയത്ത് നമ്മൾ ട്രൂപ്പായിട്ട് ഭജൻസിന് പോകാറുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പം അതുപോലെ തന്നെ ഹരിഗോവിന്ദിന്റെ തൊട്ടപ്പുറത്ത് ഇരുന്നായിരുന്നത് അദ്ദേഹത്തിന്റെ പെങ്ങളുട്ടിയാണ്. രണ്ടുപേരും കൂടിയാണ് പാട്ട് പാടിയത്. നമ്മൾ ഒരുപാട് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞത്? അത് ഈ പറയുന്ന പോലെ സൂര്യ സിംഗർ സീസൺ 2 എൻ്റെ ജൂനിയേഴ്സിന്റെ ഒരു പ്രോഗ്രാം, അതായത് 2014 കാലഘട്ടത്തിൽ. 10 വർഷം മുന്നത്തെ കഥ കേട്ടോ പറയണേ. അന്നേ ആള് പുലിയാണ്. അപ്പൊ പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ചു നേരം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഹരിഗോവിന്ദിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭജന കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയില് ഭജനയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പാടുന്ന ഒരു ചേട്ടനെ കണ്ടുമുട്ടി. കെന്റ് അയ്യപ്പ ടെമ്പിളിന്റെ ട്രസ്റ്റിംഗ് കൂടിയാണ് അദ്ദേഹം. അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് പറയാനുണ്ടാവുമോ? സ്വാമിയെ ശരണമയ്യപ്പ. എൻ്റെ പേര് സഞ്ജീവ്. നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു അമ്പലത്തിൻ്റെ ഒരു ആവശ്യം വളരെ ആവശ്യമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ ഈ രാജ്യത്ത് അങ്ങനെ ഒരു അമ്പലം വേണമെന്നുണ്ടെങ്കിൽ പല പേപ്പർ വർക്കുകളും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനത്തെ കുറേ പേപ്പർ വർക്കുകളും കൗൺസിലും ഗവൺമെൻറ് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാങ്ഷൻസൊക്കെ നമുക്ക് വേണം. എന്നാൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ അന്ന് മുതലേ എല്ലാ മണ്ഡലകാലത്തും, ഏത് 2011-12 കാലഘട്ടം മുതൽ എല്ലാ മണ്ഡലകാലത്തും നമ്മളിവിടെ ഹോള് ഹയർ ചെയ്ത് നമ്മൾ അയ്യപ്പ പൂജ നടത്തുന്നുണ്ട്. ഇന്ന് അയ്യപ്പ പൂജയാണ് നടക്കുന്നത്. 12ാമത്തെ അയ്യപ്പ പൂജയാണ് നമ്മളിവിടെ നടത്തുന്നത്. തത്വമസി എന്ന് പറഞ്ഞൊരു ഭജന ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും പിള്ളേർ പാടുന്നുണ്ട്. മ്യൂസിക് ടീച്ചറുണ്ട്. ചെണ്ട പഠിപ്പിക്കാനായിട്ട് നമുക്ക് മാസ്റ്ററുണ്ട്. പുരാണമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സെഷൻസ് ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 21 വർഷം കഴിഞ്ഞു. 21 വർഷത്തെ സാഹചര്യം അല്ലല്ലോ ഇപ്പൊ യു കെയില്. ഇപ്പൊ ഒരുപാട് മലയാളികൾ ഇപ്പോ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവർ
അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പല പ്രശ്നങ്ങൾ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയിട്ട് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുകയും സഹായിക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആർക്കെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ കൂടെ പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഞങ്ങൾ വിജയൻ ചേട്ടൻ എന്നാണ് വിളിക്കുക. വിജയൻ ചേട്ടൻ വളരെ എഫിഷ്യന്റ് ആയിട്ട്, പുള്ളിക്ക് അതിനെപ്പറ്റിയുള്ള വളരെ നോളജബിൾ ആയ ഒരാളാണ്, ഹോം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പുള്ളിക്ക് അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാം. എവിടെയൊക്കെ ഇടപെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ അതിനെല്ലാം മുമ്പിട്ട് നിൽക്കുന്നത്. അതെ, വിജയൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. എന്റെ കാര്യത്തിലും ഞാൻ ഇവിടെ നാട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന സമയമായിരുന്നു. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വിജയൻ ചേട്ടൻ. ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കാൻ സർവേശ്വരൻ ഇടവരുത്തട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹിന്ദു സമാജത്തിന്റെ ഈ അയ്യപ്പ ഭജനയെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു അമ്പലം അവർക്ക് ഉണ്ടാകാനായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയും പരിശ്രമം സഫലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അവരൊരു ചെറിയൊരു സഹായം കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. കാരണം ഇതൊക്കെയാണ് ഞങ്ങൾക്കൊരു മാർഗം, നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഞങ്ങളുടെ ഒരു മാർഗം ഇതാണ്. അതുകൊണ്ട് എല്ലാവരോടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. താങ്ക് യു.